അമേരിക്കയും റഷ്യയും മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരുന്നിട്ടും ബംഗ്ലാദേശും അതിൻ്റെ പാവ ഭരണാധികാരിയായ മുഹമ്മദ് യൂനസ് അദ്ദേഹം ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. അവയെല്ലാം ധിക്കരിച്ചുകൊണ്ട് വീണ്ടും ഹിന്ദു ഹത്യ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ഈ സമാധാന നൊബേൽ ജേതാവ്. അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം സ്വീഡിഷ് അക്കാദമി പിൻവലിക്കേണ്ടതാണ്. അദ്ദേഹം നരകത്തേക്ക് അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രാജ്ബാരി ജില്ലയിൽ അമൃത മണ്ഡൽ എന്ന് പറയുന്ന ഒരു യുവാവിനെ ആൾക്കൂട്ടം തച്ചു കൊന്നിരിക്കുകയാണ്, അടിച്ചു പിടിച്ചു. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റെന്ന് പോലും പറയുന്നില്ല. ഹിന്ദുവായി പോയി, അതാണ് തെറ്റ്. മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം എന്നുള്ളതാണ് ബംഗ്ലാദേശിൻ്റെ പ്രശ്നം. ഈ മണ്ഡൽ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലെ ഒരു പിന്നാക്ക ജാതിയിൽപ്പെട്ട ഒരു വിഭാഗമാണ്. ഒരു പിന്നാക്കക്കാരനെ, ഒരു ദളിതനെയാണ് ഈ പ്രാവശ്യം അടിച്ചു കൊന്നിരിക്കുന്നത്. നേരത്തെ ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഫാക്ടറി തൊഴിലാളി, ഒരു തൊഴിലാളി വർഗത്തിൽപ്പെട്ട ഒരാളിനെ കൊന്നു. ഇവിടെ ഇപ്പോൾ കാരലിൻ്റെ പേരിൽ ഘോരമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തുന്ന പത്രങ്ങളോ അല്ലെങ്കിൽ മന്ത്രിമാരോ രാഷ്ട്രീയക്കാരോ ഒന്നും ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധി മരിച്ചപ്പോൾ ഒരൊറ്റ വാക്ക് പോലും പറഞ്ഞു കേട്ടില്ല. ഒരു വാക്കുപോലും പറഞ്ഞു കേട്ടില്ല. ഇപ്പോൾ ഇതാ മണ്ഡൽ എന്ന് പറയുന്ന ദളിത പിന്നാക്ക വിഭാഗക്കാരനെ അവിടെ തച്ചു കൊന്നിരിക്കുന്നു. ഉണ്ടായില്ല ഒരു പ്രതിഷേധം, ഒരു പത്രവും മുഖപ്രസംഗം എഴുതിയില്ല. കാരലില് ഏതോ കുട്ടികൾ പള്ളിയുടെ അനുവാദമില്ലാതെ കുട്ടികൾ സംഘടിപ്പിച്ച ഏതോ ഒരു ചടങ്ങിന് നേരെ എന്തോ ഒരു പ്രതിഷേധം ആരോ നടത്തി. BJP യോ VSP ആണെന്നൊന്നും വ്യക്തമല്ല. പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതിനകത്തുള്ളത് VSP കാരൊന്നുമല്ല. എന്നിട്ടും BJPക്കെതിരായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുഖപ്രസംഗങ്ങൾ എഴുതി വെച്ചു. ഒരു പത്രം എഴുതി വെച്ചു, ഇന്ത്യ ചിലരുടെ മാത്രം ഇന്ത്യ അല്ലല്ലോ എന്ന്. അല്ല, ഇന്ത്യ അങ്ങനെ ചിലരുടെ മാത്രം ഇന്ത്യ അല്ലാത്തത് ഇവിടുത്തെ സനാതനധർമ്മം പുലരുന്നതുകൊണ്ടല്ല, നിങ്ങൾ മുഖപ്രസംഗം എഴുതുന്നതുകൊണ്ടല്ല. അത് നല്ലപോലെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഇതുപോലെ സംഭവിക്കുന്നുണ്ടോ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ? അങ്ങനെ സംഭവിക്കാതിരിക്കുന്നത് അവിടെ സനാതനധർമ്മം എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുള്ളത് കൊണ്ടാണ്. അതിനെ അവഹേളിക്കരുത്. ഉദയനിധി സ്റ്റാലിൻ ചെയ്തതുപോലെ അവഹേളിക്കരുത്. അതിനെ പോഷിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ആ ധർമ്മം പുലർത്തുന്നവരുടെ മനസ്സുകൂടി വ്രണപ്പെടുത്തുന്ന ശ്രമങ്ങളെല്ലാം ഇതുപോലുള്ള വർഗീയ വിദ്വേഷങ്ങൾക്കും കലാപങ്ങൾക്കുമായി വഴി മരുന്നിടൂ. ആർക്കാണത് കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് നല്ലപോലെ ചിന്തിച്ച് മാത്രം മുഖപ്രസംഗങ്ങൾ വിടുക. താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്നത് ചിലപ്പോൾ ദീർഘനാളത്തെ കുഴപ്പങ്ങൾക്ക് കാരണമായി തീരാം. അങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കൂ, നൈജീരിയയിൽ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്, ആളുകളെ കൊല്ലുന്നുണ്ട്. ഇവിടുത്തെ ഒരു പത്രവും മുഖപ്രസംഗം എഴുതിയില്ലെങ്കിലും പ്രതികരിച്ചു ട്രംപ്. ഇന്ന് വെളുപ്പാങ്കാലത്ത് ട്രംപിൻ്റെ ബോംബുകൾ നൈജീരിയയിൽ ചെന്ന് പതിച്ചു. IS താവളങ്ങളിൽ ചെന്ന് പതിച്ചു. ഒരു സംശയമില്ല. ചൈനയും ഇതുപോലാണ് വർഗീയതയെ നേരിടുന്നത്. ചൈനയിലെ മദ്രസകൾ മുഴുവൻ ഗവൺമെൻറ് ഏറ്റെടുത്തു. ആരും ഒരു മുഖപ്രസംഗവും എഴുതിയിട്ടില്ല. ആരും ഒന്നും പ്രതിഷേധിച്ചും കണ്ടില്ല. ചൈന എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വമ്പൻ ശക്തിയായ രാജ്യം. കാരണം പേടിയുണ്ട് അതിന്. ഇന്ത്യയെയും ഹിന്ദുക്കളെ ആർക്കും പേടിക്കണ്ടല്ലോ. എന്ത് എഴുതി വിടാമല്ലോ, പടച്ചു വിടാമല്ലോ, കൊല്ലാമല്ലോ. അന്യരാജ്യത്ത് കൊന്നാലും ഒന്നും മിണ്ടാതിരിക്കാമല്ലോ. അതുപോലെ കാശ്മീരിൻ്റെ താഴ്വരയിൽ ചാവേറുകൾ അല്ലാത്തവരും ചേർന്ന് ഹിന്ദുക്കൾ പഠിക്കുന്ന സ്കൂളുകളും അമ്പലങ്ങളും തകർത്തപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. അവിടുത്തെ പൂജാരിമാരായിട്ടുള്ള നിരപുത്തരവകാരികളായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകളെ ആണ് പണ്ഡിറ്റുകളെന്നറിയപ്പെടുന്നത്. ആ പണ്ഡിറ്റുകളെ മുഴുവൻ കൊന്ന് കഴുത്തറുത്ത് കിണറുകളിലേക്ക് തള്ളിയപ്പോൾ ഇവിടെ യാതൊരു പ്രതിഷേധവും ഉണ്ടായില്ല. അതിനെതിരെ ഒരൊറ്റ പത്രം മുഖപ്രസംഗം എഴുതിയത് ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പത്രം വായിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഘോരമായിട്ട് കരാളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്. അപ്പോൾ ജയ് ശ്രീറാം എന്ന് വിളിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധം ഉണ്ടായപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പത്രം മുഖപ്രസംഗം എഴുതിയോ? ഇതൊക്കെ പച്ച വർഗീയതയാണ്. പച്ചയ്ക്ക് മരം കത്തിക്കുന്നത് പോലെ, പച്ചയ്ക്ക് മനുഷ്യനെ കത്തിക്കുന്നത് പോലെ പച്ച വർഗീയത എഴുതി തീപിടിപ്പിക്കുകയാണ്. വർഗീയ വിഷം പരത്തുകയാണ്. നിലയ്ക്കൽ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു വെടിവെപ്പ് കൊല്ലത്തുണ്ടായപ്പോൾ അത് വിഴുങ്ങിയ പത്രം വരെയുണ്ട് ഇവിടെ. അപ്പോൾ സ്വന്തം സമുദായത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന രീതിയിലേക്ക് ഇത് കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കലുഷിതമാകും. ബംഗ്ലാദേശിലെ പോലെ കലുഷിതമാകും ഇവിടെ അന്തരീക്ഷം. അതാരുടെയും താല്പര്യത്തിന് നല്ലതല്ല. ചുവരുണ്ടെങ്കിലേ എഴുതാൻ പറ്റൂ എന്നുള്ള ഓർമ്മ
സഭകൾക്കും വേണം, പത്രങ്ങൾക്ക് വേണം, മന്ത്രിമാർക്കും വേണം, രാഷ്ട്രീയക്കാർക്കും എല്ലാം വേണം. നമുക്കെല്ലാം സൗഹാർദ്ദമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരിടമാണിത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിച്ചു പോരുന്നത്. അതിൽ ഇതുപോലുള്ള കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടികൾ നമ്മൾ നിർത്തണം. അല്ലെങ്കിൽ ബംഗ്ലാദേശികൾ ഇവിടെയും പക്ഷേ ആവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം പ്രശ്നമാവും. സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മതസൗഹൃദത്തിൻ്റെയും മണിമുഴക്കങ്ങളാണ് ഉണ്ടാവേണ്ടത്. ബംഗ്ലാദേശിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഒരൊറ്റ നാളെ നോക്കിക്കോളൂ, ഒരൊറ്റ മുഖപ്രസംഗം ഒരു പത്രവും എഴുതി വയ്ക്കില്ല. വീണ്ടും ഹിന്ദുക്കളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇന്ത്യ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയുന്നത്. അത് തീർച്ചയായിട്ടും അത് നമുക്ക് നല്ല കാര്യമൊന്നും അല്ലാതെ അയൽപക്കവുമായിട്ടൊരു സംഘർഷത്തിൽ ഏർപ്പെടേണ്ടി വരുന്നു എന്ന് പറയുന്നത്. നൈജീരിയയിൽ ക്രിസ്മസിൻ്റെ വെളുപ്പാം കാലത്താണ് അമേരിക്കയുടെ ബോംബുകൾ അവിടെ ചെന്ന IS താവളങ്ങളിൽ തകർത്തത്. അതൊരു നീണ്ടു നിൽക്കുന്ന യുദ്ധം തന്നെയായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം IS എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ ഒളിച്ചിരിക്കുന്ന ഭീരുക്കളുടെ സംഘടനയാണ്. അവരിനി എന്തെല്ലാമാണ് അവിടെ ചെയ്യാൻ പോകുന്ന പ്രതികാരമായിട്ടെന്ന് അറിയുന്നില്ല. ഇത് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനികളെ നൈജീരിയയിൽ ആക്രമിക്കുന്നതിൻ്റെ പ്രതികരണമാണ് എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് അവിടെ മാത്രമല്ല, സുഡാനിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്, പാകിസ്ഥാനിൽ സംഭവിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ മാത്രമല്ലല്ലോ കൊല്ലുന്നത്, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ മാത്രമല്ലല്ലോ നശിപ്പിക്കുന്നത്. ക്രിസ്തീയ പള്ളികൾ നശിപ്പിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളെ അവിടെ കൊല്ലുന്നുണ്ട്, അവർക്ക് പീഡനമേൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് തന്നെ പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണം എന്ന് വാണിംഗ് കൊടുത്തത്. കേട്ട മട്ടില്ല മുഹമ്മദ് യൂനുസ്. വീണ്ടും ഇത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ കാലിദാസിയയുടെ മകനും അവിടേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്ഥിതിഗതികൾ കൂടുതൽ കലുഷിതമാകുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. കാലിദാസിയയുടെ മകൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും താരിഖ് റഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കഴിഞ്ഞ ദിവസം അദ്ദേഹം എത്തിയിട്ടുണ്ട്. വമ്പിച്ച സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ തന്നെയാണ്. അതിനിടയ്ക്കാണ് അമേരിക്ക ചോദിച്ചിരിക്കുന്നത്, അവാമി ലീഗിനെ പങ്കെടുപ്പിക്കാതെ എന്ത് തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ നടത്തുന്നത്, എന്ത് ജനാധിപത്യമാണ് അതിലുള്ളത്? വളരെ ന്യായമായിട്ട് അമേരിക്കയുടെ ചോദ്യമുണ്ട്. അതുകൊണ്ട് പാവ ഭരണകൂടത്തെയും അത് മുഹമ്മദ് യൂനുസിനെയും അമേരിക്ക കൈവടിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും റഷ്യ ചോദ്യം ചെയ്തിട്ടുണ്ട്. 1971 നിങ്ങളുടെ നിങ്ങളുടെ രാജ്യത്തിൻ്റെ സൃഷ്ടി നടത്തിയത് ഇന്ത്യയും ഞങ്ങളും കൂടി ചേർന്നാണെന്നുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു താക്കീത് നൽകിയിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം, സൗഹൃദം ശരിയാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മുഹമ്മദ് യൂനുസ് പിന്നെ പറഞ്ഞു, ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മോശമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നൊരു വാക്ക്, ഒരു തിട്ടൂരം അവിടെ നിന്നുണ്ട് പുറപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ വാക്കിൽ മാത്രമേ ഉള്ളത്, അത് പ്രവൃത്തിയിൽ കാണുന്നില്ലെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അമൃതമണ്ഡൽ എന്ന് പറയുന്ന ഒരു മരണം കൂടി, ഒരു ഇന്ത്യക്കാരൻ കൂടി അവൻ്റെ മതത്തിൻ്റെ പേരിൽ അവിടെ കൊല്ലപ്പെടുക എന്ന് പറയുന്ന ക്രൂരമായ സത്യം നമുക്ക് കാണേണ്ടി വരുന്നത്. ഇത് തുടരും എന്നാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും അമേരിക്കയ്ക്ക് മാത്രമല്ല മറ്റു മാർഗങ്ങളുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യക്കും മറ്റു മാർഗങ്ങളുണ്ട്. അത്തരം മാർഗങ്ങളിലേക്ക് ഇന്ത്യയെ ദയവായിട്ട് ആനയിക്കരുതെന്ന് മാത്രമേ അവിടുത്തെ ഇപ്പോഴത്തെ ഭരണകൂടത്തിനുണ്ട്. രാജധർമ്മം പുലർത്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്ത്യക്ക് നിങ്ങളുടെ സൗജന്യമൊന്നും വേണ്ട, നിങ്ങൾക്കാണ് ഇന്ത്യയുടെ സൗജന്യം വേണ്ടത്. നിങ്ങളാണ് ഇന്ത്യയുടെ അരി ആവശ്യപ്പെട്ടിരിക്കുന്നതും അത് അരി കയറ്റുമതി ചെയ്യേണ്ടതും. നിങ്ങൾക്കാണ് ബരാക്ക അണക്കെട്ട് വഴിയുള്ള വെള്ളം വേണ്ടത്. അപ്പോൾ കഞ്ഞി ഉണ്ടാക്കണമെങ്കിൽ പോലും ഇന്ത്യയുടെ സഹായം നിങ്ങൾക്ക് വേണം. അത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നില്ല. പക്ഷേ 1971 ഓർമ്മയുണ്ടാവണം. 1971 ആവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കരുത് ദയവായി. ABC ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ടൊരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.